വിജയ് മല്യമാരും നീരവ് മോദിമാരും അതുപോലെ മെഹുൽ ചോസ്കിമാരും ഒക്കെ ഇന്ത്യയിലെ ബാങ്കുകളെ പറ്റിച്ച് കടന്നു കളയുന്ന കാലം കഴിഞ്ഞു. നമ്മൾ അങ്ങനെയുള്ള വാർത്തകളാണ് കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. പുതിയ ഒരു പത്രവാർത്തയാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പൊതുമേഖലാ ബാങ്കുകൾ, അതായത് ഗവൺമെന്റ് ബാങ്കുകൾ നേടിയ ലാഭം 1,78,000 കോടി രൂപയാണ്. കേട്ടാൽ ഞെട്ടും. കാരണം 2017 85,000 കോടി രൂപ നഷ്ടമായിരുന്നു. അവിടെ നിന്നാണ് 2025 ആയപ്പോൾ 1,78,000 കോടി രൂപ ലാഭം. കഴിഞ്ഞ വർഷം അത് 1,41,000 കോടി രൂപയായിരുന്നു. അപ്പോൾ ഓരോ വർഷവും റെക്കോർഡുകൾ ഭേദിച്ച് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ, ഗവൺമെന്റ് ബാങ്കുകൾ പ്രോഫിറ്റ് നേടി പോവുകയാണ്. പ്രൈവറ്റ് ബാങ്കുകൾ പണ്ടേ പ്രോഫിറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടുന്ന ബാങ്ക്. 71,000 കോടി രൂപയാണ് അവരെ കഴിഞ്ഞ വർഷത്തെ ലാഭം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 5 ഗവൺമെന്റ് ബാങ്കുകൾ കഴിഞ്ഞ വർഷം 10,000 കോടിയിലധികം ലാഭം നേടി. അതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് SBI കഴിഞ്ഞാൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക് പോലുള്ള ബാങ്കുകളാണ്. അങ്ങനെ മൊത്തം 6 ബാങ്കുകൾ 10,000 കോടിയിലധികം ലാഭം നേടി. അതിൽ SBI കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടിയത് ബാങ്ക് ഓഫ് ബറോഡ, അത് കഴിഞ്ഞ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? മുമ്പെന്ന് വെച്ചാൽ വിജയ് മല്യ പോലുള്ള ആൾക്കാർക്ക് മിനിസ്ട്രിയിൽ നിന്ന് ഒരു കോള് ആയിരിക്കും ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിലേക്ക് ചെല്ലുന്നത്. ആ കോളിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അപ്പോഴേ ലോൺ കിട്ടിയ 1000 കോടി രൂപ. ആ ലോൺ എടുത്തിട്ട് ബാങ്കുകളെ പറ്റിച്ച് മുങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇതിന് വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യയിൽ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്ത്യയിൽ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന നിയമം 2016 വരിക. മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലിയാണ് നിയമം കൊണ്ടുവരുന്നത്. ആ നിയമം വന്നപ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാത്ത വ്യവസായികളുടെ ആ വ്യവസായ സ്ഥാപനം ലേലത്തിന് വയ്ക്കുകയാണ്. ഈ നിയമം അനുസരിച്ച്, IBC നിയമം അനുസരിച്ച്. ആ ലേലത്തിന് വയ്ക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് അറിയാമോ? എന്റെ സ്ഥാപനമാണ് ലേലത്തിന് വയ്ക്കുന്നതെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പിന്നെ പോയാലും ലേലം നടപടി എനിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. എന്റെ മുന്നിൽ വെച്ച് എന്റെ സ്ഥാപനം വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്ന കാണാം. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, നമ്മൾ പല സ്ഥലങ്ങളിൽ SR എന്ന പേരുള്ള പമ്പുകൾ കണ്ടിട്ടുണ്ട്. ആ SR പമ്പുകളുടെ ഇന്നത്തെ പേര് നയര എന്നാണ്. പലരും നായര എന്നൊക്കെയാണ് വായിക്കുന്നത്. നായന്മാർക്കുള്ളതാണെന്നാണ് പലരും വിചാരം. പക്ഷെ യഥാർത്ഥത്തിൽ അത് നയര എന്നാണ് എൻ്റെ പേര്. അത് SR എന്ന് പറയുന്ന കമ്പനി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതിരുന്നപ്പോൾ ഈ നിയമം ജെയ്റ്റ്ലി കൊണ്ടുവരികയും ഇവർക്ക് ആ ലേല നടപടികളൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. റഷ്യയിലെ റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് വന്ന് ലേലത്തിൽ പിടിച്ചത്. ആ കമ്പനി പിന്നീട് പെട്രോളിയം കമ്പനിയുടെ പേര് നയര എന്നാക്കി മാറ്റിയാണ്. അതാണ് നമ്മളിപ്പോൾ വഴിനീളം ഇപ്പം നയര എന്ന പേരുള്ള പമ്പുകൾ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ കിട്ടാക്കടമൊക്കെ പിടിച്ചെടുക്കാനും എല്ലാത്തിനും ശക്തമായ നടപടികൾ കൊണ്ടുവന്നു. അതിനുശേഷം പൊതുമേഖലാ ബാങ്കുകളെ സംയോജനം നടത്തി. ഒരുപാട് ബാങ്കുകളെ മെർജ് ചെയ്തതൊക്കെ നമുക്കറിയാം. അപ്പം അതുവഴി അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കാനും ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ബാങ്കുകൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാപിറ്റലും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഈ കിട്ടാക്കടത്തിന് വേണ്ടിയുള്ള പ്രൊവിഷനിങ് ഒന്നും നടത്തേണ്ട കാര്യം വലുതായിട്ടില്ല. അപ്പൊ ഇന്ത്യയിലെ ബാങ്കുകൾ വൻ പുരോഗതി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലാ ബാങ്കുകളാണ് ഈ ലാഭം ഭയങ്കരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ബാങ്കുകളെക്കാളും മുന്നിൽ പൊതുമേഖലാ ബാങ്കുകളെത്തി. ഇത് വലിയ ഒരു മാറ്റമാണ്. ഇന്ത്യയിൽ ഇനിയെങ്കിലും ബാങ്ക് ഇതുപോലുള്ള വ്യവസായികളുടെ കള്ളത്തരങ്ങൾ നടക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.